ഓള് പഠിക്കാൻ പോവാനാണ് ഇപ്പൊ തുഞ്ച. നീ എന്തൊക്കെയാവണാവും. ഈ നേരം വരായിട്ട് ഓൾക്ക് അതിൻ്റെ ഉള്ളിൽ നീ ഇറങ്ങാറായിട്ടില്ല. വല്ലാത്തൊരു പെണ്ണാണ്. മഴ ചാറിങ്ങാണ്ട് നിക്ക. ഇതെല്ലാം ഒരു പണികളുണ്ട് പുറത്ത്. മഴയാണ്. ഇനി മഴ വരുന്നേന്. ഇപ്പൊ ഒന്നും ഇങ്ങോട്ട് ഒലർന്നിട്ടൊന്നു. ഇങ്ങനെ പുഴുക്കളും ഇത് കൊതുകും ഒക്കെ ഉണ്ടാവും. വല്ലാത്തൊരു കഷ്ടം. ആദ്യമൊക്കെ ഇവിടെ കൊണ്ട് വന്ന് നല്ലപോലെ ഇരിക്കായി. ഇപ്പൊ ഇവിടെ ഇരിക്കാന്ന് വെച്ചാ എന്താ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ? ആ ഒന്നുമില്ലടി, ഈ മഴന്റെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരുന്നതാ മളെ. എന്ത് മഴയാണ്. ആ മളെ നേരെ ഇങ്ങോട്ട് വൃത്തിയൊക്കെ തുടങ്ങിയ മഴ തന്നെയാണ് കഴിഞ്ഞു. ഇജ്ജ് വാഴ ഉണ്ട് ഒത്തുക്ക് കയറിക്കോ. ഇനിയിപ്പൊ മഴച്ചാറിൽ ഇനിയിപ്പൊ തുടങ്ങും. നല്ല ഇർട്ടുത്തി വന്നിക്കണല്ലോ. ഇല്ലടി ഔത്തുക്കൊന്നും കേറുന്നില്ല. ആ ഇജ്ജ് എങ്ങോട്ട് വന്നതേന്ന്? ഞാനിടി പറമ്പക്ക് വന്നതാണേ, തേങ്ങ ഉണ്ടോ നോക്കാന്. ഇന്നലെ നല്ല കാറ്റും മഴയൊക്കെ കഴിഞ്ഞില്ല. അപ്പൊ വീണിക്കണോ നോക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് കിട്ടിയോ? ആ വീണിട്ട് ഒന്ന് കിട്ടി മഴ, ബാക്കിയുള്ളൊന്നും കാണാനില്ല അവിടെ. ആ ഇപ്പൊ ഇന്നലെ നല്ല കാറ്റുണ്ടായിരുന്നല്ലോ. തേങ്ങ ഒക്കെ ഇങ്ങനെ വിൽക്കുന്ന സൗണ്ട് കേട്ടീന്. അത് പെറുക്കാൻ വന്നതാല്ലേ. അനക്കുവാണ് തേങ്ങ? വാണ്ടടി, ഇവിടെ തേങ്ങ ഒക്കെ ഉണ്ട്. ആ അന്റെ പെണ്ണ് എവിടെടി? പെണ്ണ് അത് അതിന്റെ ഉള്ളില് മള. അതന്നെ ഞാൻ പറയുന്നത്. മാകെ നാണം കെടുന്ന അവസ്ഥ ഇപ്പൊ വരുന്നത്. ഓൻ മരിച്ചിട്ട് ഇപ്പൊ ആകെ 2 മാസമായിട്ടായിട്ടുള്ളൂ. ഓള് അവിടുന്ന് ഇങ്ങോട്ട് വന്നേ മുതല് തുടങ്ങിയതാടോ ഒരു ഫോണേറ്റ്. ചോദിച്ചാ കുട്ടി പറയും എന്റെ കൂട്ടുകാരത്തിയാണ്. പക്ഷെ ഓളെ വർത്താനം അതേപോലെ ഒക്കെ നോക്കുമ്പോ കൂട്ടുകാരത്തി ഒന്നും അല്ല തോന്നുന്നു നിക്ക്. ആകെ പേടി. അവൻ ഇവള് കാരണായിട്ടാണ് ഓൻ മരിച്ചിക്കണത്. ആത്മഹത്യ ചെയ്തതല്ലേ. ഓള് പറഞ്ഞത് കടങ്ങളോണ്ട് ആത്മഹത്യ ചെയ്തതാന്ന. എന്താവണം, അവൾക്ക് പേടിയാവുന്നുണ്ട്. തേഞ്ഞ എന്താ കാട്ടുക? ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണ മളെ? ഇനി മനസ്സിലാക്കാനൊന്നുമില്ല. ഇവിടെ നിന്നുകാണ്ട് വർത്താനം പറഞ്ഞ് കേട്ട പിന്നെ അത് മതിയാവും. നമുക്ക് കുറച്ചാണ്ട് നിക്കാം. ആ എന്നാ ആണ്ടിക്ക വായ. എന്നിട്ട് എന്തൊക്കെ ചായയും കടിയൊക്കെ ആയോ? ആടി ചായയും കടിയൊക്കെ അയക്കണം. എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയിരിക്കണത്.